കോഴിക്കോട് കൂടരഞ്ഞിയിലെ മുഹമ്മദ് അലി മോഡൽ വെളിപ്പെടുത്തൽ മാംഗ്ലൂരുവിലും പലരെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലുമായി ഒരാൾ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ വരികയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിടേണ്ടി വന്നിരുന്നുവെന്ന് അയാൾ സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തി. കുടുംബത്തെയാകെ കൊല്ലുമെന്ന ഭീഷണിയാണ് ഈ പ്രവൃത്തി ചെയ്യാൻ തന്നെ നിർബന്ധനാക്കിയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. (1998, 2014) കാലയളവിൽ നടന്ന അരുംകൊലകൾ വെളിപ്പെടുത്താനാണ് ഇയാൾ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തിയത്. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും ഒട്ടേറെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആ മൃതശരീരങ്ങൾ പലതും താൻ കുഴിച്ചുമൂടിയിട്ടുണ്ടെന്നുമാണ് വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. തന്റെ ജോലിസ്ഥലത്തെ സൂപ്പർവൈസറുടെ നിർദ്ദേശപ്രകാരമാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്നാണ് വെളിപ്പെടുത്തലിൽ പറയുന്നത്. വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തലെന്നാവശ്യപ്പെട്ട ഇയാൾ വക്കീൽ മുഖേനയാണ് പോലീസിനെ സമീപിച്ചത്. ഇതോടെ ചുരുളഴിയുന്നത് 14 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ക്രൂര കൊലപാതകങ്ങളുടെ പരമ്പരയാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ടെന്നും ഇവരുടെ മൃതദേഹവും കുഴിച്ചുമൂടിയതിൽ ഉൾപ്പെടുന്നെന്നും വെളിപ്പെടുത്തലിൽ പറയുന്നു. കുഴിച്ചിട്ട മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു. താൻ കുഴിച്ചിട്ട ചില മൃതദേഹങ്ങളിൽ ക്രൂരമർദ്ദനത്തിന്റെ പാടുകളും മുറിവുകളും കണ്ടതായും സ്റ്റേഷനിലെത്തിയ ആൾ പോലീസിനോട് പറഞ്ഞു. ആദ്യമൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ വിസമ്മതിച്ചെങ്കിലും തന്നെയും തന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യേണ്ടി വന്നതെന്നാണ് വെളിപ്പെടുത്തൽ. ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി പിന്നീട് കുടുംബത്തോടെ നാടുവിട്ടു. കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കണമെന്ന് തോന്നിയതിനാലാണ് വർഷങ്ങൾക്കുശേഷം ഇക്കാര്യം തുറന്നു പറയുന്നതെന്നും ഇയാൾ പോലീസിന് എഴുതി നൽകിയ പരാതിയിൽ പറയുന്നു. പരാതിക്കൊപ്പം ഇയാൾ കുഴിച്ചിട്ട മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോട്ടോയും സമർപ്പിച്ചിട്ടുണ്ട്. സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്നും അവിടെയൊക്കെ കുഴിച്ചു നോക്കിയാൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുമെന്നും തനിക്കും കുടുംബത്തിനും നിയമപരിരക്ഷ ലഭിക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. വെളിപ്പെടുത്തലിനെ തുടർന്ന് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ദക്ഷിണ കന്നഡ SP കെ. അരുൺ വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.